നമസ്കാരം. കളിപ്പാട്ടങ്ങളുടെ ഗ്ലോബൽ ഹബ്ബായി നമ്മുടെ രാജ്യം മാറും. 10 വർഷത്തിനിടെ കണ്ണു തള്ളിപ്പിക്കുന്ന കയറ്റുമതി കണക്കാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. ചൈന വട്ടപൂജ്യമായി മാറും. ഒരു നിർണായകമായ വിവരം പുറത്തു വന്നിരിക്കുകയാണ്. കളിപ്പാട്ടങ്ങളുടെ ആഗോള ഹബ്ബായി നമ്മുടെ രാജ്യം മാറും എന്ന ഗ്യാരണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിക്കഴിഞ്ഞു. 10 വർഷത്തിനിടെ കയറ്റുമതിയിൽ 239% വർധനവ്. കളിപ്പാട്ട നിർമ്മാണ വ്യവസായത്തിൽ ഇന്ത്യയെ ഒന്നാമതെത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ചൈനയെ പാഠം പഠിപ്പിക്കുക, ചൈനയെ വട്ടപൂജ്യമാക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് എല്ലാ രംഗത്തും. ഇപ്പോൾ കളിപ്പാട്ട നിർമ്മാണത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് ഉജ്ജ്വലമായ നേട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആഗോള കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ തന്നെ ഇന്ത്യ മുൻനിരയിലെത്തും. ഇനി അതിന് അധിക കാലമില്ല. ഒരു ഗ്ലോബൽ ഹബ്ബായി, അതായത് കളിപ്പാട്ടങ്ങളുടെ ഒരു കേന്ദ്രമായി ഇന്ത്യ മാറാൻ ഇനി അധിക കാലം വേണ്ടിവരില്ല. ഇന്ത്യൻ സംസ്കാരത്തെയും പൈതൃകത്തെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ അതിവിദഗ്ധരായ തൊഴിലാളികൾ പുതുമയുള്ളതും വ്യത്യസ്തവുമായ ഗുണനിലവാരമുള്ള കളിപ്പാട്ടങ്ങൾ ലോകത്തിനായി സമ്മാനിക്കും. അതുകണ്ട് ചൈന തലകുനിക്കും. ഇതാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിജ്ഞ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മികവുറ്റ വളർച്ചയാണ് കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ നമ്മുടെ രാജ്യത്തിനുള്ളത്. കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതി വലിയ രീതിയിൽ കുറയുകയും അതേസമയം കയറ്റുമതി 10 മടങ്ങ് കൂടുകയുമാണ് ചെയ്തിട്ടുള്ളത്. കളിപ്പാട്ടങ്ങളുടെ തദ്ദേശീയ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിരവധി നയങ്ങളാണ് രാജ്യത്ത് കൊണ്ടുവന്നത്. അതെല്ലാം വിജയം കണ്ട റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2014-15 മുതൽ 2022-23 വരെയുള്ള ഒരു കാലയളവിൽ കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതി 52% കുറഞ്ഞിട്ടുണ്ട്. അതേസമയം കയറ്റുമതി വർദ്ധിച്ചത് 239%. ഇന്ത്യയിലെ കളിപ്പാട്ടം ഉൽപ്പാദകർ ആഗോളതലത്തിലെ വ്യവസായികളുമായിട്ടാണ് മത്സരിക്കുന്നത്. ആ വസ്തുതയാണ് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത്. ഇന്ത്യക്ക് മുന്നിൽ ചൈന ഒന്നുമല്ലാതായിരിക്കുന്നു. ചൈന പ്രതീക്ഷിക്കാത്ത ഉയരങ്ങളിലേക്കാണ് ഇന്ത്യ അടിക്കടി കയറുന്നത്. ആഭ്യന്തര കളിപ്പാട്ട നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ഒരു പ്രധാന ഘടകമായിട്ട് നിൽക്കുന്നുണ്ട്. ആഭ്യന്തര കളിപ്പാട്ട നിർമ്മാതാക്കളെ സംരക്ഷിക്കുന്നതിനായി പല പ്രവർത്തനങ്ങളും രാജ്യം കാഴ്ചവച്ചിരുന്നു. അതായത് ഇറക്കുമതി തീരുവ കുത്തനെ ഉയർത്തിയതും രാജ്യത്ത് വിൽക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് BIS അംഗീകാരം നിർബന്ധമാക്കിയതുമൊക്കെ വലിയ നല്ല ഫലമാണ് സമ്മാനിച്ചത്. ഇതെല്ലാം അനുകൂല ഘടകങ്ങളായി മാറിയിട്ടുണ്ട്. നേരത്തെ 80% കളിപ്പാട്ടങ്ങളും ചൈനയിൽ നിന്നായിരുന്നു വന്നത്. പക്ഷേ ഇന്ത്യ BIS നിർബന്ധമാക്കിയതോടെ ചൈനീസ് കളിപ്പാട്ടങ്ങളുടെ വില കുത്തനെ ഇടിയുകയായിരുന്നു. ഇത് വലിയ രീതിയിൽ ഗുണം ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യ ഇറക്കുമതിക്ക് ഉയർന്ന എക്സൈസ് തീരുവയും ഏർപ്പെടുത്തിയതോടെ ആഭ്യന്തര ഉൽപ്പാദകരുടെ മത്സരക്ഷമത ഗണ്യമായിട്ട് മെച്ചപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കളിപ്പാട്ട ഉൽപാദന മേഖലയിലെ വമ്പന്മാർ എല്ലാം തന്നെ ചൈനയിലെ നിക്ഷേപം അവസാനിപ്പിക്കുകയും മറിച്ച് ഇന്ത്യയിലേക്ക് മാറാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അടുത്തൊരു 4 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ കയറ്റുമതി മൂല്യം ഇപ്പോഴത്തേതിലും ഇരട്ടിയാകും, അല്ലെങ്കിൽ അതിലും കൂടുതലാകും എന്നതാണ് പറയുന്നത്. വെറും 2 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ചൈനയെ മറികടക്കുമെന്ന നിർണായക റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖലകളിലും ചൈനയെ പിന്തള്ളിക്കൊണ്ട് ചൈനയ്ക്ക് കനത്ത പ്രഹരം നൽകിക്കൊണ്ടാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ ഓരോന്നും. 2026 ഇന്ത്യയുടെ വളർച്ച 7%-എത്തുമെന്നും ചൈനയുടെ GDP വളർച്ചാ നിരക്ക് 4.6%-എത്തുമെന്നാണ് നിർണായകമായ ഒരു പ്രവചനം. യൂറോപ്യൻ പാർലമെന്ററി റിസർച്ചിലെ നയവിദഗ്ധനാണ് ഈ ഒരു പ്രവചനം നടത്തിയത്. ചൈനയിൽ ഇപ്പോൾ എല്ലാം കൊണ്ടും കാര്യങ്ങൾ മോശമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യുവാക്കളുടെ എണ്ണം ദിനം പ്രതി ചൈനയിൽ കുറയുകയാണ്. അത് ചൈനയുടെ ഭാവിയെ വളരെ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ കാര്യമായി ബാധിക്കുമെന്ന് തന്നെയാണ് പ്രവചനങ്ങൾ. പക്ഷേ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു വളർച്ച, അതിൽ യുവാക്കളുടെ സ്വാധീനം വളരെ വലുതാണ്. ഈ പറഞ്ഞ കളിപ്പാട്ട നിർമ്മാണ മേഖലയിലാണെങ്കിലും മികവുറ്റ ഉൽപ്പാദകരെയാണ്, മികവുറ്റ ആളുകളെയാണ്, തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു രംഗത്തെ മാറ്റങ്ങൾ. ഇന്ത്യയുടെ ശക്തിയും യുവാക്കളാണ്. ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യം ഇപ്പോൾ ഇന്ത്യ തന്നെയാണ്. അപ്പോൾ എല്ലാ തരത്തിലും ചൈനയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഓരോ നേട്ടങ്ങളും സ്വന്തമാക്കുന്നത്. ബഹുഭൂരിപക്ഷം ആളുകളും രാജ്യത്തിന്റെ പുരോഗതിക്കായി സംഭാവന ചെയ്യുന്നു എന്നതും എടുത്തു പറയണം. വിപുലമായ പ്ലാനുകളാണ് ഇന്ത്യ ഓരോ ദിവസവും തയ്യാറാക്കുന്നത്. എല്ലാ തരത്തിലും ചൈനയെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയെ പാഠം പഠിപ്പിക്കാൻ ഇന്ത്യയുടെ പദ്ധതികൾ ഇപ്പോൾ ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുകയാണ്. നമുക്കറിയാം, ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന കയറ്റുമതിയിൽ 22.24% വർധനയാണുള്ളത്. കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ മൊബൈൽ ഫോൺ കയറ്റുമതി കൂടിയിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന കയറ്റുമതിയിലെ 52% എന്നുള്ളത് എടുത്തു പറയണം. വരും വർഷങ്ങളിൽ ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതാകുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും രാജ്യം പുരോഗതിയിലേക്ക് നടന്നെടുക്കുകയാണ്. ചൈനയ്ക്ക് വലിയ പരാജയമാകും ഇനി ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.